ജസ്റ്റ് ബോട്ടിൽ ഇവിടെ വെച്ചെടുത്തിട്ട് നമ്മൾ ഒരു പെഡലുണ്ട് ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഫില്ലാവും. എന്ത് ഈസി ആയിട്ട് നമുക്ക് എണ്ണ ഫില്ലാവും നോക്കി നമ്മളിപ്പോ വെളിച്ചെണ്ണ ഞാൻ വീട്ടിൽ ഉപ്പാക്ക് സുഖമില്ലാതിരുന്ന സമയത്ത് നമ്മൾ ഫുൾ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫുഡായിരുന്നു കൊടുത്തിരുന്നത്. ആ സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു വെളിച്ചെണ്ണ അതൊരു ദിവസം ഒരു ചെറിയ പത എങ്ങനെ കണ്ടപ്പോഴേ പാക്കറ്റ് വെളിച്ചെണ്ണ അതൊരു നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു പത വന്നു കഴിഞ്ഞപ്പോഴാണ് ബാക്കിൽ ഇൻഗ്രീഡിയൻസ് ശ്രദ്ധിച്ചത്. അപ്പൊ ഞാനൊന്ന് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ തിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ കൊക്കോസി എന്നൊരു സ്ഥാപനത്തിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ വെളിച്ചെണ്ണ അതേപോലെ തന്നെ സ്പൈസസുകളുടെ സംഭവങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നേരെ നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്തേക്ക് പോകുന്നതാണ്. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്തേക്ക് വന്നേക്കാണ്. അപ്പൊ നമ്മുടെ ഒപ്പം ഉള്ളത് സൈനുദ്ദീൻ ചേട്ടനാണ്. ചേട്ടനാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ ഓണർ വരുന്നത്. ചേട്ടാ, അപ്പൊ ഇങ്ങനെയാണ് ഈ കൊക്കോസി എന്ന് പറഞ്ഞ സംരംഭത്തിലേക്ക് എത്തിയത്? സംരംഭത്തിലേക്ക് എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ശുദ്ധമായത് കൊടുക്കുക എന്നുള്ള ഒരു ആശയത്തിലേക്കാണ്. അത് വെളിച്ചെണ്ണയാണ് നമ്മളെ മദർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഞാൻ വീട്ടിൽ ഉപ്പാക്ക് സുഖമില്ലാതിരുന്ന സമയത്ത് നമ്മൾ ഫുൾ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫുഡായിരുന്നു കൊടുത്തിരുന്നത്. ആ സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു വെളിച്ചെണ്ണ അതൊരു ദിവസം ഒരു ചെറിയ പത എങ്ങനെ കണ്ടപ്പോഴേ പാക്കറ്റ് വെളിച്ചെണ്ണ അതൊരു നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു പത വന്നു കഴിഞ്ഞപ്പോഴാണ് ബാക്കിൽ ഇൻഗ്രീഡിയൻസ് ശ്രദ്ധിച്ചത് 20% കോക്കനട്ട് ഓയിലിനെ കണ്ടത്. നമ്മൾ ആ ബ്രാൻഡ് നെയിം പറയുന്നത് ശരിയല്ല. അപ്പോ അതിന്ന് ഒരു ആശയം കൊണ്ടാണ് പിന്നെ നമുക്ക് പ്രാദേശികമായിട്ട് ശുദ്ധമായിട്ടുള്ള സാധനം കൊടുക്കണം, നമ്മൾ ഉപയോഗിക്കുന്നതോടൊപ്പം നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കാന്നുള്ള ആശയം വന്നത്. അത് വന്നിട്ട് കുറെ സമയമായിരുന്നു. പിന്നെ ഒരു സാഹചര്യം ഒത്തു വന്നപ്പോ ഇപ്പോ വ്യവസായ വകുപ്പിന്റെയും കുടുംബശ്രീന്റെയും ഒരു സഹകരണത്തോട് കൂടിയിട്ട് തുടങ്ങിയതാണ്. ഒരു വർഷം കഴിഞ്ഞു, 2ാം വർഷത്തിലേക്ക് പോവാണ്. അപ്പോ ഇങ്ങനെയാണ് ഇവിടെ സൈനുദ്ദീൻ ചേട്ടൻ ഈ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ടുള്ള കാരണം ഉണ്ടായത്. അപ്പൊ നമ്മളും ഇതേപോലെ സ്ഥിരമായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് വെളിച്ചെണ്ണ ഒരു അടുക്കളയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. നമ്മൾ എന്ത് കറികളിലേക്കായാലും വെളിച്ചെണ്ണ അത്യന്താപേക്ഷിതമാണ്. അപ്പൊ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നമ്മുടെ ഇവിടെ ഉള്ളവർക്കും വീട്ടിലേക്കൊക്കെ ഉപയോഗിക്കാനായിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇതാണ് വെളിച്ചെണ്ണ ഇവിടെ ഇരിക്കുന്നത്, നമുക്ക് ഇവിടെ കാണാം. ഇതിപ്പോ 1 ലിറ്ററിന്റെ ബോട്ടിലാണ് വരുന്നത് അല്ലേ? അതെ. ഇതാണ് നമ്മുടെ ഇവിടെ കോക്കനട്ട് ഓയിൽ വരുന്നത്. ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് വരുന്നത്. അപ്പൊ നമ്മൾ പുറത്തുനിന്നൊക്കെ വെളിച്ചെണ്ണ പാക്കറ്റ് വെളിച്ചെണ്ണയൊക്കെ മേടിക്കുകയാണെങ്കിൽ അത് എത്രത്തോളം മായ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥാപനത്തിനൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ 1 ലിറ്ററിന്റെ 1/2 ലിറ്ററിന്റെ ഒക്കെ ബോട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയാണ് മെയിൻ എന്ന് പറഞ്ഞു. മെയിൻ വെളിച്ചെണ്ണ. പിന്നെ എന്തൊക്കെയാ സബായിട്ട് വരുന്നത്? പിന്നെ നമ്മള് വെളിച്ചെണ്ണ തുടങ്ങിയതിന് ശേഷമാണ് ആളുകൾ നമ്മളോട് വന്നിട്ട് എൻക്വയറി തുടങ്ങിയത്, സ്പേസസ് തന്നൂടെ എന്നുള്ള. ആ സമയത്ത് പിന്നെ നമുക്ക് സംവിധാനങ്ങളില്ല. നമ്മുടെ സുഹൃത്തിന്റെ മില്ലുണ്ട് പുലാമന്തോട്. അപ്പൊ അവിടുന്ന് അവനായിട്ട് കൊളാബ് ചെയ്തിട്ട് സ്പേസസ് നമ്മൾ അവിടുന്ന് പൊടിപ്പിച്ചു കൊണ്ടുവരുന്നത്. മല്ലിപ്പൊടി ഉണ്ട്, മുളക് പൊടി ഉണ്ട്, ബ്രാൻഡിങ് നമ്മളെ ബ്രാൻഡ്. ഏകദേശം അടുക്കളയൊക്കെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും പൾസസും സ്പേസസും ഉണ്ട്. അപ്പോ എന്താ പറയാ, വെളിച്ചെണ്ണ മേടിക്കാൻ വരുന്നവർക്ക് സ്പൈസസും കൂടി മേടിക്കുക എന്നുള്ള രീതിയിലല്ലേ? കാരണം ഇപ്പൊ ഒരു അടുക്കളയ്ക്ക് നമുക്ക് എന്തായാലും സ്പൈസസും കൂടി അത്യാവശ്യമാണ്. എല്ലാം കൂടി നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് വിശ്വസിച്ച് മേടിക്കാൻ പറ്റാന്നുള്ളത് അവർക്കും എന്താ പറയാ കസ്റ്റമേഴ്സിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ വിശ്വസിച്ച് ഇതേപോലെ വെളിച്ചെണ്ണ ആയാലും സ്പൈസസ് സംഭവങ്ങളായാലും വിശ്വസിച്ച് മേടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ വെളിച്ചെണ്ണയാണല്ലോ മെയിൻ ആയിട്ട് വരുന്നത്. ഇത് ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വെളിച്ചെണ്ണയുടെ പ്രൊഡക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാവുന്നതാണ്. ചേട്ടാ, അപ്പൊ നമുക്ക് ഇവിടെ വെളിച്ചെണ്ണയാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ വെളിച്ചെണ്ണയുടെ ഒരു പ്രത്യേകത നമുക്കൊന്ന് പറയാൻ പറ്റുമോ? വെളിച്ചെണ്ണയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് നമ്മള് പ്രാദേശിക കർഷകരിൽ നിന്നാണ് ഇവിടെ സംഭരിക്കുന്നത്. നമ്മൾ പുറത്തുനിന്നുള്ള കൊപ്രയില് വരുന്നത്. പിന്നെ പുറത്തുനിന്ന് വരുന്ന കൊപ്രയിൽ ഒരുപാട് സൾഫറും കാര്യങ്ങളും പുകയൊക്കെ സ്മോക്കൊക്കെ കൊടുത്തിട്ടാണ് വരുന്നിട്ടുള്ളത്. നമ്മൾ ഇവിടുന്ന് തേങ്ങ സംഭരിച്ച് നമ്മൾ ഇലക്ട്രിക് ഡ്രയറിലാണ് ഇത് ഉണക്കിയെടുക്കുന്നത്. ആ ഡ്രയറിൽ ഉണക്കിയെടുത്തിട്ട് 24 മണിക്കൂർ കൊണ്ട് നമുക്ക് എന്തായി കിട്ടും, ആട്ടാനുള്ള രൂപത്തിൽ ഉണങ്ങി കിട്ടും. വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡസ്റ്റ് അടിക്കൂല. നമ്മൾ വെയിലത്ത് പുറത്തിടുമ്പോൾ ഒരുപാട് ഡസ്റ്റ് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ രണ്ടാമത് നമ്മളെ ഒരു കേരളത്തിന്റെ സാഹചര്യം വെച്ചിട്ട് നമുക്ക് വെയിലത്ത് ഉണക്കിയെടുക്കുക എന്നുള്ളത് എപ്പോഴും പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതൊരു വേനലിൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ രാത്രി എന്ത് ചെയ്യണം, അതെടുത്ത് അകത്ത് വെക്കണം. അങ്ങനെയുള്ള ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, പണി കൂടുതലാണ്. ഇതാവുമ്പോൾ നമുക്ക് 24 hours കൊണ്ട് നമുക്ക് ആട്ടാനുള്ള രൂപത്തിൽ കൊപ്ര ആയി കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ മെഷീനിലെ കാര്യങ്ങളിലേക്കാണ് നാളികേരം ഉണക്കി കൊപ്രയൊക്കെ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ആ മെഷീനും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ നമുക്ക് സമയത്തിനകത്തേക്ക് നമുക്ക് പോകുന്നതാണ്. നമ്മുടെ ഡ്രൈവർ ഇതാണ് വരുന്നത്. ഡെൽമാർക്കിന്റെ ഡ്രൈവറാണ്. ഞാനിത് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് എൻക്വയറി ചെയ്തിരുന്നു. അപ്പൊ ഞാൻ ഏകദേശം കോഴിക്കോട് മുതൽ തൃശ്ശൂർ വരെയുള്ള ഇതേപോലത്തെ ചെറുകിട മില്ലുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറെ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു 90% ആളുകളും നമ്മളൊക്കെ
അവർ സജസ്റ്റ് ചെയ്തത് ഡെൽമാർക്കാണ്, സജസ്റ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് ഡെൽമാർക്ക് എടുത്തത്. പിന്നെ 24 hours കൊണ്ട് കൊപ്രായി കിട്ടും. ടെമ്പറേച്ചർ ഇവിടെ കാണാൻ പറ്റും. അത് 71 ഉണ്ട് ഇപ്പൊ കാണിക്കുന്നത്. വെറും ഉള്ളത്തെ ടെമ്പറേച്ചറാണ് കാണിക്കുന്നത്. ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഡ്രൈ ആവുമ്പോഴേ അത് അടുക്കി പെറുക്കി വെക്കണം. പിന്നെ ചില സമയത്ത് അടിയിലുള്ളത് കുറച്ച് ചൂട് കൂടാൻ സാധ്യത ഉണങ്ങുന്നില്ല. ഇതാവുമ്പോ നമുക്ക് ഒന്നായിട്ട് കൂട്ടിയിട്ടാൽ മതി, ഒരേപോലെ ഉണങ്ങുന്നുണ്ട്. ഇവിടെ 2 ഫാൻ ഉണ്ട്, അത് ഹെയർ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് വലിക്കുന്നുണ്ട്, തള്ളുന്നുണ്ട്. മോടി ഇട്ട് കൊടുക്കുക. ഇവിടെ നല്ല ചൂടുണ്ട് ചെറുതായിട്ട്. ഇതിനെയാണ് നമ്മള് നാളികേരം ഇട്ട് കൊടുത്ത് കൊപ്രാക്കി എടുക്കാം. അടിപൊളി ഒരു മെഷീനാണ്. ഇതിലിപ്പോ നമുക്ക് ഒരേ സമയത്ത് നാളികേരം ഉണക്കാം. ഏകദേശം 1100 നാളികേരം എണ്ണ ആണെങ്കിൽ 1100 കിലോ ആണെങ്കിൽ 400 കിലോ എടുത്ത് ഉണക്കാൻ പറ്റില്ല. ഇപ്പത്തെ സാഹചര്യത്തിൽ എണ്ണ ഇപ്പൊ ചെറിയ തേങ്ങയാണ് വരുന്നത്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ പോകുന്നുണ്ട്. 400 കിലോ മാക്സിമം നമുക്ക് ഉണക്കാൻ പറ്റില്ല. ഒരേ സമയം നമുക്ക് 400 കിലോ വരെ, 1000 1100 നാളികേരം വരെ ഒരേ സമയം ഉണക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബൾക്കായിട്ടുള്ള ഡ്രയറാണ് വരുന്നത്. അതുപോലെ തന്നെ ലേബറും കുറവായിരിക്കില്ല. ലേബറും കുറവാണ്. അതെ, ഒറ്റയടിക്കുമ്പോൾ ലേബറും കുറവാണ്, പണി കുറവാണ്. അപ്പൊ അടിപൊളി ഒരു മെഷീനാണ് വരുന്നത്. അപ്പൊ നിങ്ങളൊരു ഓയിൽ മില്ല് നടത്തുന്നവരോ അല്ലെങ്കിൽ ഓയിൽ മില്ല് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെയുള്ള അടിപൊളിയായിട്ടുള്ള ഡ്രയറുകൾ വേണമെന്നുണ്ടെങ്കിൽ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇതിൽ നമുക്ക് ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ നാളികേരൊക്കെ ഈസി ആയിട്ട് ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഡെൽമാർക്കിന്റെ അടുത്ത് പലതരത്തിലുള്ള ഡ്രയറുകളുണ്ട്. ഇതിപ്പോ 1000 നാളികേരത്തിന്റെ ഡ്രയറാണ്. അപ്പൊ ഇതിന്റെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള പല ഡ്രയറുകൾ ബൾക്കിൽ വരുന്നുണ്ട്. പിന്നെ ട്രേ ടൈപ്പ് ആയിട്ടുള്ള ഡ്രയറുകൾ വരുന്നുണ്ട്. നിൽക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യമാണുള്ളത് അതിനനുസരിച്ചുള്ള ഡ്രയർ ഒരു കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി നൽകുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിൽ നാളികേരം ഉണക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോസസ് എന്താ വരാം? അടുത്ത പ്രോസസ്സിംഗ് കട്ട് ചെയ്യാന്നുള്ളതാണ്. കൊപ്ര കട്ട് ചെയ്യുന്ന മെഷീൻ നമുക്ക് നോക്കാം. ഇവിടെ വരുന്നത് അല്ലേ? അതെ, ഇതാണ് കൊപ്ര കട്ട് ചെയ്യുന്ന മെഷീൻ വരുന്നത്. ഇത് എന്തിനാ സത്യം പറഞ്ഞാൽ ശരിക്കും കൊപ്ര കട്ട് ചെയ്തെടുക്കുന്നത്? എക്സ്പെല്ലറിൽ ആട്ടാൻ വേണ്ടി. എക്സ്പെല്ലറിൽ ആട്ടാൻ വേണ്ടി കൊപ്ര കട്ട് ചെയ്യാണ്. ഇതാണ് നമ്മുടെ എക്സ്പെല്ലർ ഇവിടെ വരുന്നത്. കട്ട് ചെയ്തതിന് നേരെ അടുത്ത പ്രോസസ്സിംഗ് ആട്ടാന്നുള്ളതല്ലേ? ഇന്ന് പ്രൊഡക്ഷൻ ഇല്ലാത്തൊരു ദിവസമാണോ? അല്ല, നോമ്പായതുകൊണ്ട് പൊതുവെ ഇപ്പോ നോമ്പിന്റെ ശേഷമാണ് നമ്മള് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ ഉണക്കാട്ടതേ ഉള്ളൂ. 2 മണി ഉച്ചയ്ക്ക് ശേഷം ആവുള്ളൂ അല്ലെ? അപ്പൊ ഓൾറെഡി ഇപ്പൊ നാളികേരം ഉണക്കാട്ടിട്ട് ആയിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പൊ നോമ്പായ കാരണം ഇപ്പൊ നോമ്പ് തുറ കഴിഞ്ഞിട്ടാണ് ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചൂട് കാരണമായിരിക്കില്ല. കാരണം ഓൾറെഡി പുറത്തുനിന്ന് നല്ല ചൂടാണ്. അപ്പൊ ഈ മെഷീൻ കൂടി ഓൺ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഭയങ്കര ചൂടായിരിക്കും ഇതിന്റെ ഉള്ളിലും കാര്യങ്ങളൊക്കെ. അപ്പൊ നോമ്പായ കാരണം നോമ്പ് തുറ കഴിഞ്ഞിട്ടാണ് ഇവിടെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. നാളികേരം ഉണക്കി കൊപ്രയൊക്കെ എടുക്കുക മെഷീനിൽ വെച്ചിട്ട്, അത് കഴിഞ്ഞ് നേരെ കട്ട് ചെയ്ത് എക്സ്പെല്ലറിൽ ആട്ടി എടുക്കുകയാണ് ചെയ്യുന്നില്ല? അതെ. അപ്പൊ ഈ ടാങ്കുകൾ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ ടാങ്ക് ഇതിൽ നിന്ന് നമ്മള് ആട്ടുമ്പോൾ നേരെ ഈ ചെറിയ ടാങ്കിലേക്ക് വരുന്നത്. ഈ കുഞ്ഞൻ ടാങ്ക് ഇതിൽ നിന്ന് നമ്മൾ മോട്ടോർ ഉപയോഗിച്ചിട്ട് ഈ വലിയ ടാങ്കിലേക്ക് കളക്ട് ചെയ്യും. അതിന് നേരെ ഫിൽറ്റർ ആണ് പോകുന്നത്. ഫിൽറ്ററിംഗ് മെഷീൻ വരുന്നുണ്ട്. കാരണം നേരെ ഈ ഒരു സംഭവം മോട്ടോർ വഴി ഫിൽറ്റർ ചെയ്തിട്ടാ പോകുന്നത്. ഇത് ഫിൽറ്റർ മെഷീൻ അല്ലേ? ഇതാണ് നമ്മുടെ ഫിൽറ്റർ മെഷീൻ വരുന്നത്. അപ്പൊ നമ്മളിപ്പോ സാധാരണ രീതിയിൽ ഊറാൻ വെക്കുകയാണെങ്കിൽ ഭയങ്കര സമയം എടുക്കുന്നല്ലേ? സമയം എടുക്കും, എന്നാലും മട്ടിന്റെ കുറച്ച് ഇതുണ്ടാവും. പിന്നെ നമ്മളിത് കേടായ പ്രിസർവേറ്റീവ് കൂട്ടാത്തോണ്ട് തന്നെ മാക്സിമം മട്ട നമ്മള് ഒഴിവാക്കിയിട്ട് കൊടുത്താലേ ലൈഫ് കിട്ടുള്ളൂ അല്ലേ? നമ്മളിപ്പോ സാധാരണ രീതിയിൽ ഊറാൻ വെക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം എടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു സംഭവം കൂടി ഉള്ള കാരണം നമുക്ക് ഇങ്ങനെ ഒരു പ്യൂരിഫൈ മെഷീൻ ഉള്ളത് ഭയങ്കര നല്ലതാണ്. നമ്മുടെ ഫിൽട്ടർ മെഷീനാണ് വരുന്നത്. അടിപൊളി ഒരു ഫിൽട്ടർ മെഷീൻ, വലിയൊരു മെഷീനാണ്. അപ്പൊ ഇതിൽ എങ്ങനെയാണ് ഇതിന്ന് ഫില്ലായിട്ട് ഈ ടാങ്കിലേക്ക് പോവോ? ഇതിന്ന് ഫിൽട്ടർ ആയിട്ട് ഇതിന്ന് ഈ ടാങ്കിലേക്ക് പോകും. ഈ ഒരു പൈപ്പ് ഇവിടെ ഇത് വരാൻ തോന്നുന്നു അല്ലേ? അതെ. ഫിൽട്ടർ ഓൺ ആക്കി കഴിഞ്ഞാൽ സമയമെടുക്കും, ഫിൽട്ടർ ചെയ്യാൻ സമയമെടുക്കും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് മെഷീൻ ഓൺ ചെയ്തേക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ തുള്ളിതുള്ളിയായിട്ട് വരുന്നത് കാണാം. അപ്പൊ നമ്മളിപ്പോ ഒന്നും ആട്ടാനായിട്ട് ഇട്ടിട്ടില്ല. അപ്പൊ ഇതിവിടെ നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ടുള്ള എണ്ണ വരും. അതിനുശേഷം ഈ ഒരു ടാങ്കിലേക്ക് പോകും അല്ലേ? അതെ, ആ ടാങ്കിലേക്ക്. വലിയ ടാങ്കിന് ശേഷം എന്നിട്ട് നമുക്ക് എന്താ വരുന്നത്? നമ്മൾ ബോട്ടിൽ ഫില്ലിംഗ് വരുന്നത്. ബോട്ടിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള മെഷീൻ 2 നോസിൽ വരുന്നുണ്ട്. നമ്മള് 1 ലിറ്ററും 1/2 ലിറ്ററും നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് നമ്മള് കൈ കൊണ്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മുക്കി നിറക്കേണ്ട ആവശ്യം. ഇതിൽ ജസ്റ്റ് ബോട്ടിൽ ഇവിടെ വെച്ചുകൊടുത്തിട്ട് നമ്മള് ഒരു പെഡലുണ്ട് ഇതാക്കി കൊടുത്തു കഴിഞ്ഞാല് ഓട്ടോമാറ്റിക് ഫില്ലാവും. എന്ത് ഈസി ആയിട്ട് നമുക്ക് എണ്ണ ഫില്ലാവും നോക്കി. നമ്മളിപ്പോ മാനുവലായിട്ട് കുപ്പിയിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഭയങ്കര ടൈമും
അതിന് ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടാവും. നമ്മൾ ലേബർ വേണം, അതിനൊരാളെ നിർത്തണം. പിന്നെ അത്ര ഹൈജീനിക് ആയിട്ട് കിട്ടൂല. ഇത്രയും ഹൈജീനിക് ആയിട്ട് എന്ത് പെട്ടെന്ന് നമുക്ക് ഇതിപ്പോ നോക്കി എന്ത് പെട്ടെന്ന ഇത് ഓൾറെഡി ഉള്ളിൽ ഒരു സീൽ വെച്ചു. ഉള്ളിൽ സീൽ വെക്കുന്നുണ്ട്. ഉള്ളിൽ ഒരു സീൽ വെച്ചിട്ടാണ്. ഉള്ളിൽ സീൽ ഇത് ഫ്ലിപ്പ് ടോപ്പ് ആയതുകൊണ്ട് തന്നെ പോവാൻ സാധ്യത. ഇത് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. അടിപൊളി സംഭവം കേട്ടാ. ഇത് കണ്ട ഇങ്ങനെ നമ്മള് ബോട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമനുസരിച്ച് ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുള്ളതല്ലേ. മറ്റോണം നമ്മൾ ഇങ്ങനെ ഇത് തുറന്ന് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ നമുക്ക് വേസ്റ്റ് ആയി പോകാം. നമുക്ക് ആവശ്യമനുസരിച്ച് ഒഴിക്കാൻ പറ്റും. അപ്പൊ അതിനുള്ളിൽ ഓൾറെഡി ഒരു എന്താ പറയാ ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അടിപൊളി സംഭവം ഉണ്ടാവും. എത്ര ക്വാളിറ്റിയിലുള്ള വെളിച്ചെണ്ണയാണ് നിങ്ങൾ 1 ലിറ്ററിന്റെ ഒരു ബോട്ടിലാണ് വരുന്നത്. ഇതിനിപ്പോ എത്ര റേറ്റ് വരുന്നത്? ഇപ്പൊ നമ്മൾ 150 രൂപക്കാണ് 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പൊ നമ്മള് പുറത്തുനിന്നൊക്കെ നമുക്ക് 1 ലിറ്ററിനൊക്കെ 200-220 രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. അതിലെന്തൊക്കെയാണ് അവർ ചെയ്യുന്നുണ്ടാവുക? നമുക്കിപ്പോ ഒരു ലിറ്റർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 1 കിലോയിൽ 400 ഗ്രാമും കൊപ്ര വേണം. 1 കിലോ 400 ഗ്രാം ഒരു ലിറ്റർ വെളിച്ചെണ്ണ കിട്ടാൻ. ഒരു കിലോക്ക് ഇപ്പൊ 175 പ്ലസ് ടാക്സ് വരുന്നത് കൊപ്രയ്ക്ക്. അങ്ങനെ നോക്കുമ്പോ 270ന്റെ മേലെ എന്ത് ചെയ്യും? 1 ലിറ്റർ ഉണ്ടാക്കാൻ റോ മെറ്റീരിയൽ മാത്രം വരും. അതിന്റെ അപ്പുറമാണ് പിന്നെ നമ്മളെ ലേബർ, കറണ്ട് ഇതൊക്കെ വരുന്നത്. പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മള് 300 രൂപക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പൊ തേങ്ങക്ക് വില കൂടിയപ്പോ ചിരട്ടക്കും മാർക്കറ്റ് ഉണ്ട്. ആ ചിരട്ടന്റെ വിലയും കോക്കനട്ട് കേക്കിന്റെ വിലയും കൂടി കുറച്ചിട്ടാണ് കസ്റ്റമേഴ്സിന് ഈ 300 രൂപക്ക് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ എങ്ങനെയാണ് 220 കൊടുക്കാൻ കഴിയാന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി. അതാണ് ശരിക്കും സത്യാവസ്ഥ വരുന്നത്. നമ്മൾ പുറത്തൊക്കെ വെളിച്ചെണ്ണ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം മായ ഉണ്ടെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമുക്ക് റോ മെറ്റീരിയൽ മാത്രം 250 രൂപയുടെ അടുത്ത് വില വരുന്ന നമ്മുടെ വെളിച്ചെണ്ണ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എങ്ങനെയാണ് ഇത്ര വില കുറച്ച് കൊടുക്കുന്നത് നമുക്കറിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് മേടിക്കുക എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് ഇവിടെ ബോട്ടിൽസ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. 1 ലിറ്ററിന്റെ ബോട്ടിൽ നമ്മളിപ്പോൾ ലൈവായിട്ട് ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ വെളിച്ചെണ്ണ വരുന്നത്, ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വരുന്നത്. ഇത് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് മേടിക്കുക എന്നുള്ളതാണ്. ചേട്ടാ ഇത് എവിടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്? ഇത് കറക്റ്റ് മലപ്പുറം ജില്ലയാണ് വരുന്നത്. മലപ്പുറം ജില്ലയിൽ പൊന്മുണ്ടം പഞ്ചായത്താണ്. പൊന്മുണ്ടം പഞ്ചായത്തില് ജസ്റ്റ് വയലത്തൂർ എന്നുള്ള സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ ഇങ്ങോട്ടുള്ളൂ. ഇസ്മായിൽപടി എന്ന് പറയും. ഇസ്മായിൽപടി. നമ്മളിപ്പോ മലപ്പുറത്ത് ഒരാൾ വരാണെങ്കിൽ ആൾക്ക് എങ്ങനെയാണ് വരാനായിട്ട് എളുപ്പം? മലപ്പുറത്ത് നിന്ന് ഒരാൾ ഇപ്പൊ വരികയാണെങ്കിൽ നിയറസ്റ്റ് ഉള്ളത് തിരൂർ റെയിൽവേ സ്റ്റേഷനാണ്. തിരൂരിൽ നിന്ന് ബസ് ഉണ്ട് ഇങ്ങോട്ട്. കരിങ്കപ്പാറ ബസ് കയറി കഴിഞ്ഞാൽ ഇസ്മായിൽപടി. അപ്പൊ തിരൂര് വന്ന് കരിങ്കപ്പാറ ബസ് കയറി ഇസ്മായിൽപടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് മേടിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താ പറയാ, ഇതിപ്പോ നമ്മുടെ വീഡിയോ കണ്ട് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും, നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ നിങ്ങൾ ഇതേപോലെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയോ അതുപോലെ തന്നെ സ്പൈസുകൾ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സ്ഥാപനത്തിനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്റ്റുള്ള നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംഭവം ഉണക്കണം എന്നുണ്ടെങ്കിലും ഡ്രയറുകളെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഡെൽമാർക്കിന്റെ നമ്പറും ഞാൻ കൊടുത്തേക്കാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വീഡിയോ വരുന്നത്. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.